ക്രൂശിൻ പാദത്തിൽ ദേഹം ദേഹിയും ആത്മം മുറ്റുമായി സമർപ്പിക്കുന്നേ. ക്രൂശിൻ പാദത്തിൽ ദേഹം ദേഹിയും ആത്മം മുറ്റുമായി എൻ പാപത്തിൻ്റെ മറുവിലയായി, എൻ പാപത്തിൻ്റെ മറുവിലയായി ചൊരിഞ്ഞിതല്ലോ തിരുരുധിരം, ചൊരിഞ്ഞിതല്ലോ തിരുരുധിരം. സമർപ്പിക്കുന്നേ ക്രൂശിൻ പാദത്തിൽ ദേഹം ദേഹിയും ആത്മം മുറ്റുമായി. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൂശിതനായ യേശു നമുക്ക് വേണ്ടിയേറ്റ മുറിവുകൾ അനവധിയാണ്. കൈകളിലും കാലുകളിലും ശിരസിലും ശരീരം മുഴുവനും മുറിവുകളേറ്റ യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ അവൻ്റെ വേല തുടരുവാൻ നമ്മെ അവന് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വേല തുടർന്ന് ചെയ്യുവാൻ ചില യോഗ്യതകൾ നമ്മിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ യോഗ്യത അനുസരണം. ദൈവം തനിക്ക് വേണ്ടി ഉപയോഗിച്ചവരുടെ ഒരു നീണ്ട പട്ടിക തിരുവചനത്തിൽ ഉണ്ട്. മഴയെക്കുറിച്ച് അറിവില്ലാതിരുന്ന കാലത്ത് മഴ പെയ്ത് വെള്ളം പൊങ്ങുമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പെട്ടകം നിർമ്മിക്കണമെന്നും ദൈവം പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ നോഹ അനുസരിച്ചു. വെള്ളത്താൽ ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കുമ്പോൾ അതിന് നോഹയുടെ സഹായം കൂടി ആവശ്യമായിരുന്നു. തനിക്കായി ഒരു ജനത്തെ ഒരുക്കുന്നതിന് അനുസരിക്കുന്ന അബ്രഹാമിനെ ദൈവത്തിന് ആവശ്യമായിരുന്നു. മിസ്രൈമിലെ അടിമത്തത്തിൽ നിലവിളിക്കുന്ന തൻ്റെ ജനത്തെ അടിമത്തത്തിൽ വിടുവിച്ച് കനാനിലേക്ക് നടത്തുവാൻ തന്നെ പൂർണ്ണമായി അനുസരിക്കുന്ന മോശയെ ദൈവത്തിന് ആവശ്യമായിരുന്നു. നിന്ദയും പരിഹാസവും എല്ലാം ഉണ്ടാവും എന്നറിഞ്ഞിട്ടും ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കുവാൻ അനുസരിച്ച മറിയയാണ് ദൈവം ഉപയോഗിച്ചത്. ദൈവഹിതം അനുസരിക്കുന്നവരെയാണ് തൻ്റെ വേല തുടരുവാൻ കർത്താവ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജ്ഞാനമോ കഴിവോ ശക്തിയോ ഒന്നും കർത്താവിന് വേണ്ട. ദൈവത്തെ അനുസരിക്കുക, അതുമാത്രമാണ് നമ്മളുടെ യോഗ്യത. രണ്ടാമത്തെ യോഗ്യത വിനയം. യെരുശലേമിലേക്കുള്ള തൻ്റെ യാത്രയ്ക്ക് കർത്താവിന് ഒരു വാഹനം ആവശ്യമായിരുന്നു. അതിനവൻ ഉപയോഗിച്ചത് ഒരു കഴുതയുടെ കുട്ടിയെ. കഴുത വിനയത്തിൻ്റെ അടയാളമാണ്. കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണുകൊടുക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. താണുകൊടുക്കണമെങ്കിൽ നമ്മിൽ നിന്നും ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിക്കണം. മറ്റുള്ളവരെ ശ്രേഷ്ഠർ എന്ന് എണ്ണണമെങ്കിൽ താഴ്മയുടെ വിനയത്തിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാവണം. ജീവിതത്തിൽ പ്രശംസിപ്പാൻ വളരെ ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം ചപ്പന്നും ചവറെന്നും എന്നെ ഉപേക്ഷിച്ച പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനായി അധികാരപത്രവും വാങ്ങി യാത്ര തിരിച്ച ശൗൽ ദമസ്കോസിൻ്റെ വാതിക്കൽ വെച്ച് കേട്ട ശബ്ദവും സൂര്യനെ വെല്ലുന്ന പ്രകാശവും കണ്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിപ്പാൻ തക്കവണ്ണം വിനയമുള്ളവനായി. ദൈവശബ്ദത്തിന് മുമ്പിൽ തന്നെ വിനയപ്പെടുത്തിയ ശൗൽ തുടർന്ന് പൗലോസായി രൂപാന്തരപ്പെട്ടു. വിനയപ്പെടണമെങ്കിൽ ദൈവശബ്ദത്തിന്, ദൈവവചനത്തിന് കീഴ്പ്പെടണം. അപ്പോൾ നമ്മിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുകയും കർത്താവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയും ചെയ്യും. പൗലോസിനെ പോലെ കർത്താവിന് മുമ്പിൽ താണു കൊടുക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. മൂന്നാമത്തെ യോഗ്യത മഹത്വവും പുകഴ്ചയും എല്ലാം കർത്താവിന് നൽകണം. കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനം അവനെ മഹത്വപ്പെടുത്തി. അവർ ഓശന പാടി. അവർ പാടിയത് അരോചകമായി തോന്നിയ മതഭക്തന്മാർ കർത്താവിനോട് പറഞ്ഞു അവരെ വിലക്കണമെന്ന്. കർത്താവ് പറഞ്ഞു, അവരാർക്കുന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ആർക്കും? സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഫറവോന്റെ സൈന്യവും കുതിരയും രഥങ്ങളും ചെങ്കടലിൽ മുങ്ങുകയും
ദൈവത്തിന് അക്കരെ കടക്കുകയും ചെയ്തപ്പോൾ മോശയും ജനവും യഹോവയ്ക്ക് സങ്കീർത്തനം പാടി സ്തുതിച്ചു. സ്ത്രീകൾ തപ്പും കിന്നരവും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദാവീദ് നൃത്തം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നവരെയാണ് അവന് ആവശ്യം. നാലാമത്തെ യോഗ്യത, ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയവരെ ചാട്ടവാറ് വീശി പുറത്താക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനയാലയമാണ്. അവൻ ആലയത്തെ ശുദ്ധീകരിച്ചു. നാം അവൻ്റെ മന്ദിരമായി തീരണമെങ്കിൽ നമ്മിലുള്ള സകല അശുദ്ധിയെയും നീക്കി വിശുദ്ധി പ്രാപിച്ചേ മതിയാകും. നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്ന 1 കൊരിന്ത്യർ 3:16 പറയുന്നത്. ശുദ്ധീകരിക്കപ്പെട്ടവരിൽ അവൻ വസിക്കുന്നത്. കർത്താവ് നമ്മെ വിളിച്ചത് അശുദ്ധിക്കല്ല, വിശുദ്ധിക്കാം. ദൈവം വിശുദ്ധനാകിയാൽ അവനെ അനുഗമിക്കുന്ന നാമും വിശുദ്ധരായിരിക്കണം. യേശുവിൻ്റെ രക്തമാ നമ്മളുടെ അശുദ്ധിയെ മാറ്റി ശുദ്ധീകരിക്കുന്നത്. നമ്മെ ശുദ്ധീകരിക്കുന്നതിന് അവൻ ക്രൂശിൽ തൻ്റെ രക്തമൊഴുക്കിയത്. തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരെയാണ് കർത്താവിന് ആവശ്യം. കർത്താവെ, നീ ഏൽപ്പിക്കുന്ന വേല തുടരുവാനായി എന്നെ വിളിച്ചതിനായി സ്തോത്രം. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിന്റെ നിയോഗം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം എന്നെ യോഗ്യതയുള്ളവനാക്കി രൂപപ്പെടുത്തണമേ. ആമേൻ. തിരുരക്തമെൻ നാവിൽ തൊടണേ, സുവിശേഷം ഞാൻ സാക്ഷിച്ചിടുവാൻ. തിരുരക്തമെൻ നാവിൽ തൊടണേ, സുവിശേഷം ഞാൻ സാക്ഷിച്ചിടുവാൻ. ചുംബിച്ചിടട്ടെ തിരുമുറിവിൽ, ചുംബിച്ചിടട്ടെ തിരുമുറിവിൽ. ജ്വലിക്കട്ടെന്നിൽ സ്നേഹത്തിനഗ്നി, ജ്വലിക്കട്ടെന്നിൽ സ്നേഹത്തിനഗ്നി.